ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വർഷ പറയാണ്, ആന്റി ഉറങ്ങാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകും. BP, അതുപോലെ തന്നെ ഷുഗർ, അങ്ങനെ നിരവധി അസുഖങ്ങളാണ് വരുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും പറഞ്ഞു, അതെ ആന്റി, നമ്മൾ ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം. ഇല്ലെങ്കിലേ അത് വലിയ ദോഷം ചെയ്യും. അപ്പം നമ്മുടെ വർഷ പറഞ്ഞു, അത് കറക്റ്റാ. ആന്റിയുടെ ഏജ്, നീ എന്തിനാ ഏജൊക്കെ പറയുന്നത്? എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നുമില്ല. അത്രയ്ക്ക് ഏജൊന്നും എനിക്കില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, അല്ല രവിയേട്ടാ, വയസ്സല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം, പൂക്കടയല്ലേ ഇവിടുത്തെ പ്രശ്നം. അതിവിടെ തുടങ്ങിയത് ശരിയായില്ല, അതാ എനിക്ക് പറയാനുള്ളത്. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, വേറെ എവിടെയും സ്ഥലമില്ലാത്തതുപോലെ എന്തിനാ ഈ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ വെച്ചത്? എന്നാ പിന്നെ പൂക്കട നിന്റെ തലയിലെടുത്ത് വെക്കാടാ. നിനക്ക് എന്താടാ പ്രശ്നം? എന്താ പ്രശ്നമെന്ന്? എടാ, ഞാനൊരു വലിയ കമ്പനിയിലെ വലിയ പോസ്റ്റിലിരിക്കുന്ന ആളാ. എന്നെ കാണാൻ വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരും. വരുന്ന വഴിക്ക് എന്റെ അമ്മയുടെ പേരിലുള്ള പൂക്കട കണ്ട അവരെന്ത് കരുതും എന്നിങ്ങനെ പറയാ. സച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് കലി വരികയാണ് കേട്ടോ. കലി വന്നിട്ട് സച്ചിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നിർത്തടാ, നിന്റെ ഒരു സ്റ്റാൻഡേർഡ്, നിന്റെ ഒരു അഭിമാനവും നിർത്തിക്കോണം. ഇനി മിണ്ടിപ്പോകരുത്. നിനക്ക് എന്ത് സ്റ്റാറ്റസ് ആടാ ഉള്ളത്? നിന്നെ കടാൻ ആരാടാ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത്? നീ കടം വാങ്ങിട്ട് കൊടുക്കാത്തവരാരെങ്കിലും അന്വേഷിച്ച് വന്നാലായി. നിന്റെ ഭാര്യ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ടല്ലോ, അത് നിനക്ക് വലിയ അഭിമാനമാണല്ലോ. പൂക്കട നിനക്ക് അപമാനം. ഇവനെയൊക്കെ എന്നാ ചെയ്യേണ്ടത്? എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അത് നീ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാന്. നീ കാറ് വിൽക്കുന്നു, ഞങ്ങള് പൂക്കൾ വിൽക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. വായടച്ച് മിണ്ടാതെ അവിടെ ഇരുന്നോ. കാറ് വാങ്ങിയവൻ പൂജിക്കാൻ വേണ്ടി പൂ മേടിക്കും, പക്ഷെ പൂ മേടിച്ചവൻ കാർ മേടിക്കണം എന്നുണ്ടോ? അതാണ് തത്വം. തത്വോ? അങ്ങനെ ഒരു തത്വമുണ്ട്. അതെ രേവതി അച്ഛ, ഞാൻ പോവാ, എനിക്ക് ഓട്ടോ ഉണ്ട്. ഇവനോട് കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലേ എന്റെ സമയവും പോകും, എനിക്ക് കിട്ടാനുള്ള വരുമാനവും പോകും എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോയി കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും അങ്ങ് പോയി. അപ്പോഴത്തേക്കും ചന്ദ്ര രവീന്ദ്രനോട് പറഞ്ഞു, എന്താ അവൻ പറഞ്ഞിട്ട് പോയത്? അവന്റെ ഒരു തത്വം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലല്ലോ ചന്ദ്രേ. എവിടെയെങ്കിലും ചെന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക. അർത്ഥം ചിലപ്പം കിട്ടുമായിരിക്കും, ചിലപ്പം കിട്ടത്തുമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര വെച്ച്, നീ എന്താടി കിണിക്കുന്നത്? ഇനി ആരെങ്കിലും പൂ വേണം, പിണ്ണാക്ക് വേണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നാലേ നീ വിവരം അറിയും. അത് പിന്നെ ഞാൻ പിണ്ണാക്ക് വെക്കുന്നില്ലല്ലോ അമ്മേ. അവക്ക് തുടങ്ങി തോല തെറിച്ചവള്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അല്ല, ഞാന് സത്യമല്ലേ പറഞ്ഞത്. അമ്മ വേണമെങ്കില് പിണ്ണാക്കിന്റെ കച്ചവടം തുടങ്ങിക്കോ. ചിലപ്പം പൂ ചോദിച്ച് ഇവിടെ വരുന്നവര് പിണ്ണാക്കും മേടിക്കും. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഭയങ്കരമായിട്ട് അങ്ങ് ചിരിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിച്ചു, അല്ല, പിണ്ണാക്ക് കച്ചവടം തുടങ്ങിയാലേ ഇപ്പൊ പൂക്കാരി ചന്ദ്ര എന്നാ ആൾക്കാർ വിളിക്കുന്നത്. കുറച്ചു കഴിയുമ്പോ പിണ്ണാക്ക് ചന്ദ്ര എന്നും കൂടെ വിളിക്കട്ടെ. തുടങ്ങിക്കോ, നല്ലതാ ചന്ദ്ര എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിക്കുക. ചന്ദ്രക്ക് ഇത് കേട്ടോ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛാ, ഇതിങ്ങ് ഞാൻ കൊണ്ടുവയ്ക്കാം എന്ന് പറഞ്ഞു, കോഫിയുടെ കപ്പ്. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട മോള് പൊക്കോ, ഇനി അടുക്കള പണിയൊന്നും ചെയ്യണ്ട, പൂക്കടയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. നമ്മുടെ രേവതി പൂക്കടയിലേക്കും പോയിട്ടോ. ചന്ദ്രയുടെ പഠിച്ച പണി 18 നോക്കിയിട്ട് ഒന്നും നടന്നില്ല. ആ കട അവിടെ നിന്ന് മാറ്റാനാണ് പുള്ളിക്കാരി ശ്രമിച്ചത്, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഒന്നും നടന്നില്ല. ഈ സമയം നമ്മുടെ രേവതി ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വന്നു. ശ്രുതി അങ്ങ് പോയി. ശ്രുതി ഒന്നും മിണ്ടി പോലും ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ രേവതിയോട്, മൈൻഡ് പോലും ചെയ്യാതെയാണ് അങ്ങ് പോയത്. ഏതായാലും ഈ സമയത്ത് വേറൊരു ചേച്ചി പൂക്കടയിലേക്ക് വരിക. എന്നിട്ട് ചോദിച്ചു, പൂക്കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? അത് പിന്നെ നന്നായിട്ട് പോകുന്നുണ്ട് ചേച്ചിക്ക് പൂ എന്തെങ്കിലും വേണോ? 3 മുഴം മുല്ലമാല വേണം. അതെ, ഇവിടെ ഒന്നും പൂക്കച്ചവടം ഇല്ലാത്തത് കൊണ്ട് മുല്ലപ്പൂ ഒന്നും ചൂടാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഏതായാലും 3 മുഴം എടുത്തേരേന്ന് പറഞ്ഞു. അങ്ങനെ 3 മുഴം കൊടുക്കാണ് കേട്ടോ. ഏതായാലും 3 മുഴമൊക്കെ കെട്ടിക്കൊടുത്തു നമ്മുടെ രേവതി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചിനെ കേട്ടോ കാണിക്കുന്നത്. സച്ചി ഒരു ഓട്ടത്തിന് പോവാണ്. അപ്പം ഒരു സ്ഥലത്ത് ചെന്നിങ്ങനെ വണ്ടി നിർത്തി. അപ്പൊ അതിനകത്തിരുന്ന കസ്റ്റമർ പറഞ്ഞു, ഏതായാലും മോൻ നല്ല കാര്യമായിട്ടോ ചെയ്തതോ, നേരെ പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചല്ലോ. വളരെ ഉപകാരം. ഇന്നാ മോനെ പൈസ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി മേടിക്കാതെ അയാൾ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അയ്യോ സാറേ, ഇതെന്താ ബാക്കി പൈസ മേടിക്കാത്തത്? അത് പിന്നെ മോൻ അത് വെച്ചോ.
അത് 30 രൂപയല്ലേ ഉള്ളൂ മോമച്ച. ഹേയ് 30 രൂപയ്ക്ക് 30 രൂപയുടേതായ വിലയുണ്ട്. അതുകൊണ്ട് ഇത് സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അർഹതയുള്ള പൈസ മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. ന്യായമായൊരു കൂലി എനിക്ക് തന്നല്ലോ സാറ്. പിന്നെ ഞാൻ എന്തിനാ ചോദിച്ചു മേടിക്കണത്? അതിന്റെ കാര്യമൊന്നുമില്ല. ഈ ന്യായമായ കൂലി തരാത്തവരോടാണ് ഞാൻ വഴക്കുണ്ടാക്കി ചോദിച്ചു മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ആ 30 രൂപ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, ഇത് കയ്യിൽ പിടിച്ചോ, ഇത് ഒരു പൂക്കടയാ, എന്റെ ഭാര്യ തുടങ്ങിയേക്കുന്ന പൂക്കടയാ, അതിന്റെ നോട്ടീസാണ് കേട്ടോ ഇത് സാർ ഇപ്പൊ തൽക്കാലം കൈ വെച്ചോളാൻ പറഞ്ഞപ്പം, ഓഹോ, ആഹാ, കൊള്ളാലോ, ഭാര്യയ്ക്ക് പൂക്കടയൊക്കെ ഉണ്ടല്ലോ. ഏതായാലും പൂ പോലെ സ്വഭാവമുള്ള മോനൊരു പൂക്കടയുള്ള ഒരു ഭാര്യയും ഉണ്ടല്ലേ. ഏതായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാണ്. അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു വിചാരിച്ചു, ഇത് പാർക്കാണല്ലോ, എങ്കിൽ പിന്നെ പാർക്കിനകത്ത് കയറി പോവുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ കാണും, കുടുംബമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. എങ്കിൽ പിന്നെ അവിടെ കൊണ്ടുപോയി കുറച്ച് നോട്ടീസ് അങ്ങ് കൊടുത്തേക്കാന്ന് സച്ചി ഇങ്ങനെ വിചാരിക്കാം. അങ്ങനെ സച്ചി പതുക്കെ അങ്ങോട്ട് കയറി പോയിട്ടോ. അങ്ങനെ സച്ചി പതുക്കെ അകത്തേക്ക് കയറിപ്പോയി 2-3 പേരൊക്കെ അവിടെ നിപ്പുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ കയ്യിൽ കൊടുത്ത് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ആ സെക്യൂരിറ്റിയുടെ അടുത്ത് ചെന്നിട്ട്, അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോനെ? അത് പിന്നെ ഈ പാർക്കിൽ ഒത്തിരി പേര് വരാറുണ്ടോ? ഒത്തിരി പേര് വരാറുണ്ട്, ദിവസവും നിരവധി ആളുകൾ വരാറുണ്ട്. എങ്കിൽ പിന്നെ ഇതേ, ഞാനൊരു ചെറിയ പൂക്കട ഇട്ടിട്ടുണ്ട് എന്റെ ഭാര്യ, അപ്പൊ അതിന്റെ നോട്ടീസാ, ഇത് വരുന്നവർക്ക് ഒന്ന് കൊടുക്കാമോ? അതിനെന്താ മോനെ കുഴപ്പം, ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ആ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരന്റെ കയ്യിൽ കുറച്ച് നോട്ടീസൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഈ 50 രൂപ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. 50 100 കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, അയ്യോ മോനെ, അതൊന്നും വേണ്ട, എനിക്ക് സാരമില്ല, അതൊന്നും വേണ്ട. ഇത് ചായ കുടിക്കാനാ, ചായ കുടിക്കുകയോ എന്തെങ്കിലും കടി മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തോ, ഏതായാലും ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയാൾക്ക് വിഷമമായിട്ട് അയാൾ പറഞ്ഞു, മോനെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഞാൻ ഇത്ര വർഷമായിട്ട് ജോലി ചെയ്തിട്ട് ഇവിടെ എത്ര പേര് വന്നു പോകുന്നു, ആദ്യമായിട്ട് ഇങ്ങനെ ഒരാള് എനിക്ക് ഒരു 50 രൂപ തരുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പം, അതൊന്നും സാരമില്ല, ഏതായാലും ഇപ്പം ഈ നോട്ടീസ് ചേട്ടൻ വിൽക്കാനല്ല, കൊടുക്കാൻ പോവല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇത് കിട്ടണ്ടേ ചേട്ടന്, അതുകൊണ്ട് ഞാൻ തന്നതാ, പിടിക്കേട്ടാന്ന് പറഞ്ഞ് അതങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ദേ ഇരിക്കുന്നു ഒരാള് കടലയൊക്കെ ഇങ്ങനെ പൊളിച്ച് നൂതിയിട്ട് എറിഞ്ഞ് വായ്ക്കത്ത് ക്യാച്ച് പിടിക്കുകയാണ്. ആരാ? നമ്മുടെ സുതി. നല്ല രസാണ് കേട്ടോ അത് കാണാനാ. ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ഫൂന്നും പറഞ്ഞ് ഊതിയിട്ട് ഓരോന്നെടുത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ ക്യാച്ച് പിടിക്കുകയാണ്. അപ്പൊ ആ ഒരു രംഗമാണ് നമ്മുടെ സച്ചി കാണുന്നത്. സച്ചി, ഇവനെന്താ ഇവിടെ കടലയും തിന്നോണ്ടിരിക്കുന്നത്? അത് കൊള്ളാലോ, ഇവൻ എന്തായിരിക്കും ഇവിടെ, ഏതായാലും ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് പറഞ്ഞ് പതുക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പുറകില് ആ സെക്യൂരിറ്റി വന്നിട്ട്, അതേ മോനെ എന്ത് ചെയ്യാ? ഒന്നുമില്ല. അതെന്താ, അറിയുന്നവര് വല്ലതാണോ? 2 പയ്യന്മാരെ കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത്. എന്റെ പൊന്നോ, വീട്ടുകാരെ പറ്റിച്ചിട്ട് അങ്ങാണ്ട് ഇവിടെ വന്ന് ഇരിക്കുന്നതാന്നേ. എന്നും രാവിലെ 6 മണിക്ക് വരും, 6 മണിക്കല്ലേ, 8 മണിക്ക് വരും. ഈ പാർക്ക് തുറക്കുന്നതിന് മുമ്പ് തന്നെ ആ താടിയുള്ള പയ്യനില്ലേ, ആ ചുള്ളനെ പോലെ ഇരിക്കുന്ന, ഇതൊക്കെ ഇരിക്കുന്ന, അവന് പാർക്ക് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് നിൽക്കും. ഞാൻ വരുന്ന ഓട്ടനെ തന്നെ അവൻ കേറിപ്പോകും. പിന്നെ അടുത്ത കൂട്ടുകാരനും വരും. പിന്നെ പറയാതിരിക്കുന്നത് അഭേദം. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഫോൺ അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അയാൾ പറയുന്ന ഇങ്ങനെ പിടിക്കുകയാണ് വീഡിയോ. അപ്പൊ അയാൾ പറഞ്ഞു, രാവിലെ വന്ന് ഇതിലെ കൂടെ ഈ കുഞ്ഞു പിള്ളേർ കളിക്കുന്ന പോലെ കളിച്ചോണ്ടൊക്കെ നടക്കും. പിന്നെ ഉണ്ടല്ലോ, കറക്റ്റ് 10 മണിയാകുമ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കും, പിന്നെയും വീണ്ടും കളി തുടരും. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സുധിയും കൂട്ടുകാരനും കൂടെ ഈ സിസോയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന അതിൽ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പൊങ്ങുന്നു, ഇങ്ങോട്ട് താഴുന്നു, അങ്ങോട്ട് പൊങ്ങുന്നു, ഇങ്ങോട്ട് താഴുന്നു. അങ്ങനെ നമ്മുടെ സുധി പെട്ടെന്ന് അങ്ങ് എണീറ്റ് പോകുമ്പോഴത്തേക്കും കൂട്ടുകാരെ പുതക്കോന്നും പറഞ്ഞ് വീഴുന്ന സീനൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക നമ്മുടെ സച്ചി. അത് കഴിയുമ്പോഴത്തേക്കും അവരവിടെ ചെന്നിരുന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കുത്തി കഴിക്കുന്നു, കുറിക്കുന്നു. ഇത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് 1 മണിയാകുമ്പോൾ തന്നെ എന്താ ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നു. 3 മണിയാകുമ്പോഴത്തേക്കും ഒരു ഭക്ഷണം കഴിച്ചിട്ട് 1 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി 3 മണിയാകുമ്പോൾ എണീക്കുന്നു. പിന്നെ ചായയും പരിപ്പുവടയും കഴിക്കുന്നു. ആകെ മൊത്തം അടിപൊളി സീനുകളാണ് കേട്ടോ. എന്നിട്ട് മറ്റേ നമ്മളിങ്ങനെ നിരങ്ങി വരില്ലേ കുട്ടികളൊക്കെ, അതുപോലെ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്നതിൽ ഇങ്ങനെ കൂടി നിരങ്ങി വന്ന് ഓടി ചാടി മറിഞ്ഞ് ആർത്തുല്ലസിച്ച് ചിരിച്ച് കളിക്കുവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആ സെക്യൂരിറ്റി പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്, അതാണ് പൊളി സാധനം എന്ന് പറയാന്. കാരണം നല്ല തക്ക് ഡയലോഗുകളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ട്. ഏതായാലും ഒരു വലിയൊരു ഷോർട്ട് ഫിലിം തന്നെ നമ്മുടെ സച്ചി വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരെയും കാണിച്ച് അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
അങ്ങനെ കുറെ നേരം ആ പാർക്കിൽ കറങ്ങി ആ ഒരു ദിവസം സുതി കാണിച്ചു കൂട്ടുന്ന സകല വൃത്തികേടുകളും സകലതും ഫോണിൽ പകർത്തി. ഏതായാലും ഫോണിൽ പകർത്തിയിട്ട് ഇത് തന്നെ ധാരാളം. അപ്പൊ അയാൾ ചോദിച്ചു, അല്ല മോനെ, മോൻ എന്തിനാ ഇതൊക്കെ ഫോണിൽ പിടിക്കുന്നത്? ഒരു ചെറിയ കുസൃതി കാണിക്കാനാ. കുസൃതിയോ? ഒരു ചെറിയ കുസൃതി, കുറുമ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഏതായാലും ആശ്വാസമായത് ഇപ്പോഴാ. കള്ളൻ, പേരും കള്ളൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ആ ചേട്ടന് ഒരു 50 രൂപ കൂടി എടുത്തു കൊടുത്തു കേട്ടോ. കാരണം ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ. അപ്പൊ പിന്നെ 50 രൂപ കൂടെ കൊടുത്തിട്ട് നമ്മുടെ സച്ചി നേരെ വീട്ടിലേക്ക് പോവുക. ഛാ 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 എന്ന് വിളിച്ചോണ്ടാട്ടോ ഓടുന്നത് സച്ചി. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ ഇത്, നിനക്ക് ഓട്ടമൊന്നുമില്ലേ? ഓട്ടത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്നേ നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട്, അതിന് വാറുചട്ടിയിലിട്ട് വറുക്കണം. അല്ല, നിന്റെ കയ്യിൽ മീനൊന്നും കാണുന്നില്ലല്ലോ, അത് കഴിക്കേണ്ട മീനല്ല അച്ഛാ. കുറെ നാളായി നമുക്ക് ചുറ്റും നീന്തി കളിക്കുന്ന മുഴുത്തൊരു മീനാ, അതിനെയാ ഞാൻ ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത്. ഇപ്പൊ എന്റെ കയ്യിലില്ല, വരും, പുറകെ വരും. അച്ഛൻ വാ, അച്ഛൻ ഇവിടെ നിൽക്കാതെ വാ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സച്ചി നിനക്ക് എന്താ പറ്റിയത്, എന്താ കാര്യം നീ പറ. ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സച്ചി, എല്ലാം മനസ്സിലാക്കി തരാം. എവിടെ 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 രേവതി, അമ്മ എവിടെ? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വന്നിട്ട്, എന്ത് പറ്റിയാവോ വന്ന ഉടനെ എന്നെ അന്വേഷിക്കുന്നത്? ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങിലെ നിങ്ങളാ ചീഫ് ഗസ്റ്റ്, അതുകൊണ്ടാ. ഇരുന്നാലും ഇരുന്നാലും. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെ? കാണേണ്ടതാണല്ലോ, സമയമായല്ലോ വരാന്. രേവതി രേവതി, എടാ ശ്രീകാന്തേ, എടാ നീ നിന്റെ പെണ്ണിനെയും കുട്ടി ഇങ്ങോട്ടേക്ക് വന്നേടാ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി വന്നിട്ട്, എന്താ സച്ചേട്ടാ? രേവതി, നീ ആ പൗഡർ പൂച്ചുന്ന പെണ്ണോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്, അവൾ ഉറപ്പായിട്ടും ഈ ചടങ്ങിൽ പങ്കെടുക്കണം. എന്ത് ചടങ്ങ് സച്ചേട്ടാ? അതൊക്കെ ഉണ്ട്, വേണ്ട നീ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിക്കാം. പൗഡർ എടുത്തി ഒന്നിങ്ങോട്ട് എഴുന്നള്ളി വന്നാലും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, രവിയേട്ട ഇവൻ എന്തിനാ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത്? എനിക്കറിയത്തില്ല ചന്ദ്രേ. അല്ല സച്ചി, നീ എന്താന്ന് വെച്ചാ കാര്യം പറയ. നിക്ക് പറയാം അച്ഛാ, വിഷയമുണ്ട് അച്ഛാ. അതെന്താ വിഷയം? എല്ലാവരും വരട്ടെ, വെയിറ്റ്. അപ്പോഴത്തേക്ക് നമ്മുടെ പൗഡർ എടുത്ത് ഇറങ്ങി വന്നതും, വന്നല്ലോ വനമാല. പൗഡർ എടുത്തി വേണം ഇവിടെ ഇരിക്കാന്. ഇവിടെ ഇരുന്ന് എല്ലാം കാണണം. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, അല്ല എന്താ രേവതി അല്ല, ഞാനാ വിളിച്ചത്, കാർ ഡ്രൈവർ സച്ചി. നിന്റെ ഓട്ടക്കാരൻ വന്നില്ലല്ലോ അല്ലേ? ആ നിത്യഹരിത നായകനും കൂടെ ഇവിടെ വേണമായിരുന്നു. സാരമില്ല, വരട്ടെ, നമുക്ക് സഹിക്കാം, ഏതായാലും നമുക്ക് തുടങ്ങി വെക്കാം അല്ലേ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം വർഷ വന്നു, ശ്രീകാന്ത് വന്നു. അപ്പൊ വർഷ ചോദിച്ചു, എന്തിനാ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത്? അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഇവന് വേറെ ജോലിയൊന്നുമില്ല, അതുകൊണ്ടാ. എനിക്ക് ജോലിയൊക്കെ ഉണ്ട്. ആർക്കാ ജോലി ഇല്ലാത്തതെന്നേ ഞാൻ ഇപ്പൊ മനസ്സിലാക്കി തരാം. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ സച്ചി വിഷയം, നീ പറ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അപ്പൊ രേവതി പറഞ്ഞു, സച്ചേട്ടൻ ആരെ കുറിച്ചാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രേവതി, ഞാനിപ്പം നിങ്ങൾക്കൊരു ചെറിയ സിനിമ കാണിച്ചു തരാം. സിനിമയോ? എന്ത് സിനിമ? രേവതി, നീ സിനിമ കണ്ടിട്ട് ഒത്തിരി ആയില്ലേ? ഞാൻ കാണിച്ചു തരാം. ഏതായാലും ചെറുതാണെങ്കിൽ റിലീസ് ചെയ്യുമ്പോ അത് ഹിറ്റാകും. നായകൻ സൂപ്പറാ. എന്താ ആക്ടിങ്, നാച്ചുറൽ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാലേ ഇതാണ് മോളെ നാച്ചുറൽ ആക്ടിങ്. മിക്കവാറും ഇതിലെ അഭിനയത്തിന് അവന് നാഷണൽ അവാർഡ് കിട്ടും. അല്ല, എന്താടാ സിനിമയുടെ പേരെന്താ? ആരാ നായകന്? അതല്ലേ രസം. സിനിമയുടെ പേര് പാർക്കിലെ കൂർക്കംവലി. നല്ല പേരല്ലേ? അടിപൊളി പേരല്ലേ? പാർക്കിലെ കൂർക്കംവലിയോ? അത് എന്തോന്ന് പേരാടാ? നായകനെ അച്ഛന് നന്നായിട്ട് അറിയാം. എനിക്ക് അങ്ങനെയാടാ നായകനെ അറിയാന്നേ. അതെ, വെയിറ്റ് ചെയ്യൂ, ഞാൻ സിനിമ കാണിക്കാം. ഇപ്പൊ ഇവിടെ റിലീസിങ് നടക്കാൻ പോവാണ്. ഞാനേ ഈ ഫോൺ ഒന്ന് കണക്ട് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ടിവിയിൽ ആസ്വദിച്ചിരുന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാം. അയ്യോ, ഒരു ഒന്നൊന്നര സിനിമയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇടയ്ക്ക് നമ്മുടെ ശ്രുതിനെ നോക്കിയിട്ട് സച്ചി പറഞ്ഞു, നീ ഇത് ആസ്വദിച്ച് കാണണം കേട്ടോ ശ്രുതി. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാ ഇതില് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി, നീ ഒന്നെങ്കിൽ ഇട, അല്ലെങ്കിൽ പിന്നെ വിഷയം എന്താന്ന് പറ. ഇവിടെ ഒരു മുടിഞ്ഞ വിത്തില്ലേ നമ്മുടെ ഓട്ടക്കാരൻ. അയ്യോ, നിന്നെ അല്ലാട്ടോ ശ്രീകാന്തെ, ഫസ്റ്റ് ഓടിപ്പോയോ, നമ്പർ 1 ഓട്ടക്കാരൻ. അവന്റെ ഒരു ചെറിയ കഥയാ. അല്ല അച്ഛാ, നമ്മുടെ ഓട്ടക്കാരൻ ശ്രുതി എന്ത് ജോലി ചെയ്യുന്നത്? അവൻ പിന്നെ കാർ ഷോറൂമിലെ സെയിൽസ്മാൻ അല്ലേ? അവനെ ആ ജോലിയല്ല ചെയ്യുന്നത്, വേറെ ജോലിയാ ചെയ്യുന്നത്. വേറെ എന്ത് ജോലി ചന്ദ്ര? ഇവൻ എന്തൊക്കെയാ പറയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് കാര്യം ഏകദേശം പിടികിട്ടാൻ തുടങ്ങി കേട്ടോ. ഇത് കാര്യം ഇവിടെ ഒന്നും നിക്കത്തില്ല. സച്ചി എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ സച്ചി കണ്ടിട്ടുണ്ട്. അതൊക്കെയാണെന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലാകാൻ തുടങ്ങി.
അപ്പൊ ചന്ദ്രയ്ക്ക് എന്തൊക്കെയോ തോന്നിയിട്ട് ചന്ദ്ര പറഞ്ഞു, ഓ എന്തുവാടാ നീ പറയുന്നത്, നീ പൊക്കെ, ബാ ശ്രുതി മോളെ ബാ നമുക്ക് പോകാം, നമുക്കിതൊന്നും കാണാൻ നിൽക്കണ്ട, എന്തിനു നമ്മൾ ഇതൊക്കെ കാണാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ഇത് കണ്ടിട്ടേ ഉള്ളൂ ആന്റി, ഏതായാലും ശ്രുതിനെ കുറിച്ചാണല്ലോ പറയുന്നത്, അപ്പൊ പിന്നെ അത് കണ്ടിട്ടേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അട്ടി അട്ടി അട്ടിപ്പൊളി വിശേഷങ്ങളാണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മളെല്ലാം കാത്തിരുന്ന ദിവസമാണ്. നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊളിച്ചടുക്കി കൈ കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ ശ്രുതിയുടെ ചീട്ട് കീറാൻ പോവുകയാണ്. നമ്മുടെ ശ്രുതിയെ ഇട്ടിട്ട് പോകാൻ പോവുകയാണ്. ഏതായാലും നമ്മുടെ ശ്രുതിനെ ഇട്ടിട്ടൊരു പോക്കൊക്കെ പോകുന്നുണ്ട്. ചങ്ക് പൊട്ടി നിൽക്കുന്ന നമ്മുടെ ശ്രുതിയും രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ ഇപ്പോഴേ പറഞ്ഞ് ബോറാക്കുന്നില്ല. നമുക്ക് വൈകിട്ട് നെക്സ്റ്റ് വീക്ക് പ്രമോ ഞാൻ ഇടുന്നുണ്ട്. അതിൽ വിശദമായിട്ട് എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് വരാം കേട്ടോ. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നയനിയുടെയും ആദർശിന്റെയും വിശേഷം പുറകെ തന്നെ ഇടുന്നുണ്ട്, കാണാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശനിയാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ കാത്തിരിക്കുക, എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോവാണ്. പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.